ആനുവൽ ഫയലിംഗ് മുടങ്ങിക്കിടക്കുന്ന കമ്പനികൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. കമ്പനീസ് കംപ്ലയൻസ് ഫെസിലിറ്റേഷൻ സ്കീം 2026 CCFS 2026. ഏപ്രിൽ 15, 2026 മുതൽ ജൂലൈ 15, 2026 വരെയുള്ള ഒരു 3 months പീരീഡാണ് ഈ ഒരു സ്കീമിന്റെ കാലാവധി. എന്താണ് ഈ സ്കീമിന്റെ ബെനിഫിറ്റ്സ്? ആനുവൽ ഫയലിംഗിന്റെ ഭാഗമായിട്ടുള്ള ആനുവൽ റിട്ടേൺ ഫയലിംഗ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫയലിംഗ് എന്നീ ഫയലിങ്ങുകൾ ഡിലേ ആയാൽ ഓരോ ഫോമിനും പെർ ഡേ 100 രൂപ വെച്ചിട്ട് ഫൈൻ ഉണ്ടായിരിക്കും. ഈ ഫോമുകളും ഓഡിറ്റർ അപ്പോയിന്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോമും ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ഈ സ്കീമിന് കീഴിൽ കമ്പനികൾക്ക് ഫയൽ ചെയ്യാം. എത്രയാണോ അഡീഷണൽ ഫീസ് അതിന്റെ 10% മാത്രം അടച്ചാൽ മതി. ഈ സ്കീമിന്റെ വേറൊരു ബെനിഫിറ്റ്, നിങ്ങളുടെ കമ്പനി ഡോർമെന്റ് സ്റ്റാറ്റസ് നേടാൻ എലിജിബിൾ ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ ഗവൺമെന്റ് ഫയലിംഗ് ഫീസിന്റെ 50% മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡോർമെന്റ് സ്റ്റാറ്റസിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇനി അടുത്തൊരു ബെനിഫിറ്റ്, നിങ്ങളുടെ കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ ഗവൺമെന്റ് ഫയലിംഗ് ഫീസിന്റെ 25% മാത്രം അടച്ചുകൊണ്ട് സ്ട്രൈക്ക് ഓഫിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു കമ്പനി ഉണ്ട്, ആനുവൽ ഫയലിംഗ്സ് ചെയ്തിട്ടില്ല, പെൻഡിങ് ആണ്. ഈ സ്കീമിന് കീഴിൽ CCFS സ്കീമിന് കീഴിൽ പെൻഡിങ് ഫയലിംഗ്സ് തീർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്, പ്രശ്നമുണ്ട്. ഈ സ്കീമിന്റെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ അതൊന്ന് വായിക്കാം. അറ്റ് ദി കൺക്ലൂഷൻ ഓഫ് ദിസ് സ്കീം ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കൺസേൺഡ് ഷാൽ ടേക്ക് നെസസറി ആക്ഷൻ അണ്ടർ ദി ആക്ട് against the companies who have not availed this scheme and are in default of filing these documents in a timely manner. അതായത് ഈ സ്കീം കഴിഞ്ഞിട്ടും ഈ സ്കീം ഉപയോഗപ്പെടുത്താതെ ഡിഫോൾട്ട് തുടരുന്ന കമ്പനികൾക്കെതിരെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും നെസസറി ആക്ഷൻസ് ഉണ്ടാകാം. സോ ബി വെരി കെയർഫുൾ, യൂട്ടിലൈസ് ദിസ് സ്കീം, ഡോണ്ട് റിസ്ക് പെനാൽറ്റീസ്.